കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്താ പഠിച്ചത്? ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ് അല്ലേ? എന്താണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്? ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ദ വോൾട്ടേജ്. AC വോൾട്ടത കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോമർ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു. അതുപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ചില പ്രോബ്ലംസ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം. BS എന്നത് സെക്കൻഡറിയിലെ വോൾട്ടതയും VP എന്നത് പ്രൈമറിയിലെ വോൾട്ടതയും NS എന്നത് സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണവും NB എന്നത് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണവും ആയാൽ BS/VP = NS/NB ആയിരിക്കും. അടുത്ത ഇക്വേഷൻ വോൾട്ടതയും കറണ്ടും തമ്മിലുള്ള റിലേഷൻ സൂചിപ്പിക്കുന്നതാണ്. BP പ്രൈമറിയിലെ വോൾട്ടതയും IP പ്രൈമറിയിലെ കറണ്ടും BS സെക്കൻഡറിയിലെ വോൾട്ടതയും IS സെക്കൻഡറിയിലെ കറണ്ടും ആയാൽ VP × IP = BS × IS ആയിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എ 240 volt AC supplies a voltage of 8 volt to an electric bulb in the circuit. The number of turns in the primary coil is 4800. Calculate the number of turns in the secondary coil. 240 വോൾട്ട് AC യിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമർ ആ സർക്യൂട്ടിലെ ഒരു ഇലക്ട്രിക് ബെല്ലിന് 8 വോൾട്ട് വോൾട്ടത നൽകുന്നു. ഇതിന്റെ പ്രൈമറി കോയിലിൽ 4800 ചുറ്റുകൾ ഉണ്ടെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കണക്കാക്കുക. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട് നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട 2 ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? BS/VP = NS/NP. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? BS/VP = IP/IS. കാരണം പ്രൈമറിയിലെ പവർ ഈക്വൽ ടു സെക്കൻഡറിയിലെ പവർ ആണല്ലോ. പ്രൈമറിയിലെ പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? VP/IP. VP/IP നമുക്ക് മാറ്റി എഴുതാം. VP/IP = VS/IS എന്ന് മാറ്റി എഴുതാം. അപ്പോൾ ഇത് ഈ 2 ഇക്വേഷനും, അപ്പോൾ ഇത് ശരിക്കും ഈ ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. ഇവിടെ പ്രൈമറിയിലെ വോൾട്ടത എത്രയാണ്? 240 വോൾട്ടാണ്. സെക്കൻഡറിയിൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത് എത്രയാണ്? 8 വോൾട്ടാണ്. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഇത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയാണ്? 4800. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം അല്ലേ? BS/VP = NS/NB എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് NS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് NSന് ഒരു ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതി വെക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ VP × NS = BS × NB എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് NS = BS/VP. കാരണം ഇവിടെ ഇൻറ്റു ആണ്, ഇത് ഡിവൈഡഡ് ബൈ ആയിട്ട് മാറും സമത്തിൻ്റെ ഇപ്പുറം വരുമ്പോൾ. × NB അല്ലെങ്കിൽ VS × NB ഒരുമിച്ച് അതുപോലെ എഴുതുന്നു. VP ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ഡിനോമിനേറ്ററിലേക്ക് വരും. അപ്പോൾ നമുക്കിനി വാല്യൂസ് അപ്ലൈ ചെയ്യാം. BS എത്രയാണ്? 8 ആണ്. 8 × NB എത്രയാണ്? 4800 ഡിവൈഡഡ് ബൈ VP എത്രയാ? 240 ആണ്. അപ്പോൾ ഇവിടെ ഇതും ഡിവൈഡ് ചെയ്യാം. 24 കൊണ്ട് ഇതിനെയും ഡിവൈഡ് ചെയ്യാം. ഇവിടെ 1 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 2, അതായത് 20. അപ്പോൾ 8 × 20 എത്ര കിട്ടും? 160. ഇപ്പോൾ സെക്കൻഡറിയിൽ നമ്പർ ഓഫ് ടേൺസ് എന്തായാലും കുറവായിരിക്കണമല്ലോ. കാരണം എന്താണ്? ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ശരിയല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഇൻപുട്ട് വോൾട്ടേജ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 240 volt AC. There are 80 turns in the secondary coil and 800 turns in the primary.
വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് ദ ട്രാൻസ്ഫോമർ? 240 വോൾട്ട് ഇൻപുട്ട് വോൾട്ടേജിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിൽ 80 ചുറ്റുകളും പ്രൈമറിയിൽ 800 ചുറ്റുകളും ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് വോൾട്ടത എത്ര? നമുക്കിനി പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ പ്രൈമറിയിലെ വോൾട്ടത എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 240 വോൾട്ടാണ്. നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടത കണ്ടുപിടിക്കണം. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 800 ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 80 ആണെന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിൽ ചുറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെക്കൻഡറിയിലെ വോൾട്ടത എന്ന് പറയുന്നത് 240ലും താഴെ ആയിരിക്കും. ഇനി ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ 800 ആണ് പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം. സെക്കൻഡറിയിൽ അതിൻ്റെ 10 ചുറ്റുകളാണ് ഉള്ളത്. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജിൻ്റെ 10 വോൾട്ട് ആയിരിക്കും നമുക്ക് സെക്കൻഡറിയിൽ കിട്ടുക. അപ്പോൾ ഉത്തരം നമുക്ക് ഇപ്പം തന്നെ പറയാൻ പറ്റും 24 വോൾട്ടാണ്. നമുക്കിനി അത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്? BS/VP = NS/NP. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VSന് ഒരു ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. NSഉം NPയും അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് എഴുതാം. NS/NP അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് PSന് ഒരു ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒഴിവാക്കേണ്ടത് ഏതാണ്? VP ആണ് ഒഴിവാക്കേണ്ടത്. VP സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഇത് ഡിനോമിനേറ്ററിലാണ്, ഛേദത്തിലാണ്. അപ്പോൾ അത് സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ എന്താവും? അംശത്തിലാവും, ന്യൂമറേറ്ററിലാവും. അപ്പോൾ ഇൻറ്റു VP ഈക്വൽ ടു, നമുക്കിനി വാല്യൂസ് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NS എത്രയാണ്? 80. NPയോ 800. VPയോ 240. ഡിവൈഡ് ചെയ്യാം. 0, ഇവിടെയും 0 ഡിവൈഡ് ചെയ്തു. 8 പോയി അല്ലേ? ബാക്കി എത്ര കിട്ടി? 24 വോൾട്ട് എന്ന് കിട്ടി. ശരിയല്ലേ? നമുക്ക് മനക്കണക്കായിട്ടും ചെയ്യാം. ഇനി നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടും ചെയ്യാം. അപ്പം നിങ്ങളത് മനക്കണക്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ രീതിയിലൊന്ന് കണക്ക് കൂട്ടി വെച്ചിട്ട് ഇക്വേഷൻ ഉപയോഗിച്ച് അത് ശരിയാണോ എന്ന് ആദ്യം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സാമിനൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനക്കണക്കായിട്ട് ഉത്തരം കിട്ടിയാലും ഡയറക്റ്റ് ആൻസർ എഴുതി വെക്കരുത്. കാരണം ഇതുപോലെ വാല്യൂ ഇങ്ങനെ ഇക്വേഷൻ എഴുതി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് തന്നെ പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ട്രാൻസ്ഫോമർ വിത്തൗട്ട് എനി ലോസ് ഇൻ പവർ there are 5000 turns in the primary and 250 turns in the secondary. The primary voltage is 120 volt and the primary current is 0.1 ampere. Find the voltage and current in the secondary. പവർ നഷ്ടമില്ലാത്ത ഒരു ട്രാൻസ്ഫോമറിലെ പ്രൈമറിയിൽ 5000 ചുറ്റുകളും സെക്കൻഡറിയിൽ 250 ചുറ്റുകളുമാണ് ഉള്ളത്. പ്രൈമറിയിലെ വോൾട്ടത 120 വോൾട്ടും വൈദ്യുത പ്രവാഹ തീവ്രത 0.1 ആംപിയറും ആണ്. സെക്കൻഡറിയിലെ വോൾട്ടതയും കറണ്ടും കണക്കാക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സെക്കൻഡറിയിലെ വോൾട്ടേജും സെക്കൻഡറിയിലെ കറണ്ടും കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? പ്രൈമറിയിലെ വോൾട്ടേജ് തന്നിട്ടുണ്ട് 120 വോൾട്ടാണ്. പ്രൈമറിയിലെ ചുറ്റുകളുടെ എണ്ണം 5000 ആണ് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം 250 ആണ്. സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവിടെ എന്തായിരിക്കും? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിരിക്കും. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആവുമ്പോൾ സെക്കൻഡറിയിൽ വോൾട്ടത കുറവായിരിക്കും, പക്ഷെ കറണ്ട് കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിലല്ലേ പ്രൈമറിയിലും സെക്കൻഡറിയിലും പവർ സെയിം ആണല്ലോ. അപ്പോൾ സെക്കൻഡറിയിൽ എങ്ങനെയാണ് വോൾട്ടത കുറയ്ക്കുന്നത്? അവിടുത്തെ കറണ്ട് കൂട്ടിയിട്ടാണ് കുറയ്ക്കുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് VS, VP, NS, NP ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് VS കണ്ടുപിടിക്കാം.
ഏത് ഇക്വേഷനാ? വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. കണ്ടുപിടിക്കേണ്ടത് വി എസ് ആണ്. വി എസ് ഈക്വൽ ടു ഇത് അതേപടി നിലനിർത്തുന്നു. എൻ എസ് ബൈ എൻ ബി അതേപടി നിലനിർത്തുന്നു. ബി പി ഒഴിവാക്കുന്നു. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ അത് ന്യൂമറേറ്ററിലാവും, ഇൻറ്റു ആകും. ഇത് ഡിവൈഡഡ് ബൈ ആണ്. സമത്തിന്റെ അപ്പുറം പോകുമ്പോൾ ഇൻറ്റു ആകും. ഇൻറ്റു ബി പി വിച്ച് ഇസ് ഈക്വൽ ടു വാല്യൂസ് അപ്ലൈ ചെയ്തേ. എൻ എസ് എത്രയാണ്? 250 ഡിവൈഡഡ് ബൈ എൻ ബി എത്രയാ? 5000 ഇൻറ്റു ബി പി എത്രയാ? 120. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 0 0 25 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് 1 കിട്ടും, 2 കിട്ടും. 12 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 6 എന്ന് കിട്ടും അല്ലേ? 6 വോൾട്ട് എന്ന് കിട്ടും. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയായിരുന്നു? 120 വോൾട്ട് ആയിരുന്നു. സെക്കൻഡറിയിലെ വോൾട്ടേജ് കുറഞ്ഞ് 6 വോൾട്ട് ആയിട്ട് മാറി. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? ഐ എസ്, സെക്കൻഡറിയിലെ കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഏത് ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്? വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ്. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് സെക്കൻഡറിയിലെ കറണ്ട് കണ്ടുപിടിക്കാം. ഐ എസ് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഐ എസിന് ഒരു ഇക്വേഷൻ ഞാനിവിടെ എഴുതുന്നു. ഐ എസ് ഈക്വൽ ടു നമുക്ക് നോക്കാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഐ എസ് ഇൻറ്റു വി എസ് എന്ന് വരും അല്ലേ? അപ്പോൾ വി പി ഇൻറ്റു ഐ പി ഇപ്പുറം വരും. അപ്പോൾ വി പി ഐ പി ഡിവൈഡഡ് ബൈ വി എസ് എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് നോക്കാം. വി പി എത്രയാണ്? 120 ഇൻറ്റു ഐ പി എത്രയാണ്? ഐ പി 0.1 ഡിവൈഡഡ് ബൈ വി എസ് എത്രയാ? നമുക്കിപ്പോൾ കിട്ടിയല്ലേ? വി എസ് എത്രയെന്ന് കിട്ടി? 6 വോൾട്ട് എന്ന് കിട്ടി. അപ്പോൾ 6 ഇസ് ഈക്വൽ ടു നോക്കിയേ, ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1 കിട്ടും. ഇവിടെ 20 വരും. 20 ഇൻറ്റു 0.1 എത്രയാണ്? 2 എന്ന് കിട്ടും അല്ലേ? 2 ആംപിയർ എന്ന് കിട്ടും. കണ്ടോ? പ്രൈമറിയിലെ കറണ്ട് 0.1 ആംപിയർ ആയിരുന്നു. സെക്കൻഡറിയിലെ കറണ്ട് 2 ആംപിയർ ആയി. ഇപ്പോൾ കറണ്ട് കൂട്ടുന്നു. വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? കറണ്ട് കൂട്ടണം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് പ്രോബ്ലംസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഇക്വേഷൻസ് രണ്ടും അറിഞ്ഞിരുന്നാൽ മതി. വി എസ് ബൈ വി പി ഈക്വൽ ടു എൻ എസ് ബൈ എൻ ബി എന്ന ഇക്വേഷന് വി എസ് ബൈ വി പി ഈക്വൽ ടു ഐ പി ബൈ ഐ എസ് എന്ന രണ്ട് ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലവും ചെയ്യാൻ പറ്റും.